അപ്പോൾ സോണി യൂസേഴ്സിന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും ഇത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കുറേ റൂമേഴ്സ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു സോണിയുടെ ഏറ്റവും പുതിയൊരു ക്യാമറയുടെ വരവ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോണി കുറേ അധികം ക്യാമറകൾ ഇപ്പം ഇതുപോലെ ലോഞ്ച് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചിട്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന സിനിമാറ്റോഗ്രാഫേഴ്സ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തൊരു ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഐറ്റമാണ് ഇപ്പം അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോണിയുടെ ഏറ്റവും പുതിയ ക്യാമറ ലോഞ്ച് ആയിട്ടുള്ള സോണി FX5 കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കാത്തിരിപ്പെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സോണിയുടെ ഏറ്റവും പുതിയ ലോഞ്ച് സോണി FX5 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഒരു സോണി യൂസർ എന്ന നിലയ്ക്ക് ഞാനും കുറേ അധികം ഈ ഒരു ക്യാമറ വരുന്നതിനെ കുറിച്ച്, അതായത് ഞാനും M4 ആണ് ഇപ്പം കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല, അത് എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്. പിന്നെ FX3 പോയി എടുക്കുക എന്ന് പറയുന്നതും ഒരു ഒത്തിരി വർഷമായില്ലേ ഇപ്പം, അത് അതിൻ്റെ ടൈമൊക്കെ ഒന്ന് കഴിയാറായി വരുന്നതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിച്ചില്ല. അപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ അടുത്തൊരു ജനറേഷൻ ക്യാമറ ഈ പറയുന്നത് ഇവർ ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. അത് പക്ഷേങ്കിൽ ഏത് ടൈമിൽ വരും എന്നുള്ളത് മാത്രമായിരുന്നു നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത്. പക്ഷെ അതെല്ലാം മാറിയിരിക്കുകയാണ്. ഈ പറയുന്ന FX3 യൂസേഴ്സിനും ഈ പറയുന്ന M4 ഒക്കെ പഴയ M4 ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഒന്ന് മാറി ചിന്തിക്കാവുന്നതാണ് ഇനി. പിന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളോടൊക്കെയാണ് നമുക്കിനി അറിയേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള മോഡൽസുമായിട്ടൊക്കെ ഈ കാനോണുമായിട്ടും അല്ലെ നിക്കോണിൻ്റെ ഒക്കെ ക്യാമറകളുമായിട്ടൊക്കെ ഒന്ന് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന സ്പെക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു ആശ്വാസമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോവാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറയിൽ ഓപ്പൺ ഗേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പൺ ഗേറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അങ്ങനെയുള്ളൊരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും ഒരു ബെറ്റർ ആയിട്ടുള്ള നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ് ഇതിൽ കാണുക എന്നുള്ളത്. അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന റെസൊല്യൂഷൻ്റെ കാര്യം. അത് ഈ പറയുന്ന ഈ ഒരു ക്യാമറയിൽ ഒരു 5K നമുക്ക് ഒരു 60 ഫ്രെയിമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഇതിൽ പറയുന്നു. അതുപോലെ തന്നെ 4K 120 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ് സോണിയുടെ പ്രൊഫഷണൽ 16-bit XOCN ഇന്റേണൽ റെക്കോർഡിങ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സോണിയുടെ ഇപ്പോഴത്തെ ഈ ഒരു ഓട്ടോ ഫോക്കസിന്റെ കാര്യത്തിനെ കുറിച്ചിട്ട്. സോണിയുടെ പുതിയ ക്യാമറകളിലെല്ലാം കണ്ടുവരുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോ ഫോക്കസിങ് സിസ്റ്റം ഈ ക്യാമറയിലും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് AI പവേർഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് റെക്കഗ്നിഷൻ ഒരു സിസ്റ്റമാണ് ഈ ഒരു ക്യാമറയിലും സോണി യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പലവിധ ഒബ്ജക്റ്റുകളും ഈ പറയുന്ന ഹ്യൂമൻ അല്ലെ ബേർഡ്സ് അതുപോലുള്ള പല പല ഒബ്ജക്റ്റുകളെയും ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്ത് അവർ ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു കാര്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു സിനിമാ ലൈൻ ക്യാമറയിൽ നമുക്ക് ഓട്ടോ ഫോക്കസിങ് ആ ഒരു ലെവലിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. ഈ സ്പോർട്സ് അല്ലാന്നുണ്ടെങ്കിൽ ഈ വൈൽഡ് ലൈഫ് ആയിട്ടുള്ള അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ഭയങ്കര ഒരു സഹായമായിരിക്കും. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന മറ്റ് പല ഫീച്ചേഴ്സുകളും ഇവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുമുണ്ട്. ഈ പറയുന്ന ഓഡിയോ ഓപ്ഷൻസ് ഒക്കെ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോണിയുടെ ഇമേജ് സ്റ്റെബിലൈസേഷനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ക്യാമറയുടെ സ്റ്റെബിലിറ്റി കാര്യങ്ങൾക്ക് ഗിംബൽ ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നൊരു ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് വേരിയബിൾ ആയിട്ടൊരു എൻഡ് ഈ ക്യാമറയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ സ്പെക്കുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സോണി ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ ക്യാമറ ബോഡിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു FX3 ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം അതുപോലൊക്കെ തന്നെ ഉള്ള ഒരു ഡിസൈന് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്യാമറയിലും അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വലിപ്പ വ്യത്യാസം മാത്രമുണ്ട്, ചെറിയൊരു വലിപ്പം കൂടുതൽ ഈ ഒരു ക്യാമറയിലുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനൊരു ക്യാമറ ഇറങ്ങുമെന്ന് പറയുമ്പോൾ സ്പെക്കിനേക്കാളും കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ തിരക്കുന്ന ക്യാമറയുടെ വിലയായിരിക്കാം.
അപ്പോൾ ഈ ക്യാമറയ്ക്ക് ഇപ്പം അതിൻ്റെ വില കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ലെങ്കിൽ പോലും ഒരു $4000 മേളിലോട്ട് അല്ലെങ്കിൽ 5000 ആ ഒരു റേഞ്ചിൽ അകത്താണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടാലേ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ FX3 എന്ന് മാറിയിട്ടും അതുപോലെ M4 ഒക്കെ ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് ക്യാമറകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു സിനിമ ലൈൻ ക്യാമറയിലേക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്കും തോന്നുന്നുണ്ട് ഈ ഒരു ക്യാമറ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുതിയ പുതിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരികയും അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനൊക്കെ അത് കിട്ടുകയും ക്യാമറ കയ്യിലൊന്ന് കിട്ടിയിട്ടൊക്കെയുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് എടുക്കണോ വേണ്ടായോ എന്നൊക്കെയുള്ള തീരുമാനം. എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറ ബാക്കിയുള്ള ഈ പറയുന്ന കാനോൺ നിക്കോൺ എന്നൊക്കെ പറയുന്ന മോഡലിൽ ഇപ്പം ഈ പറയുന്ന R6V ഇറങ്ങിയിട്ടുണ്ട്, ZR ഉണ്ട്. അതുമായിട്ടൊക്കെ എങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് ചെയ്ത് നിൽക്കും എന്നൊക്കെ ഉള്ള ഒരു ഇത് നമുക്കൊന്ന് ആദ്യം അറിയണം. എന്നിട്ട് വേണം നമുക്ക് ഇത് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.